Hey, what's up folks, Aster here back again. അപ്പോൾ ഒരു couple of days back LG വന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LGൻ്റെ ആ ഒരു സ്മാർട്ട് ഫോൺ ഡിവിഷൻ വന്നിട്ട് എൻറ്റയർലി അവർ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പ്രസ് റിലീസിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു എൻറ്റയർ കാറ്റഗറി ഓഫ് LG പ്രോഡക്ട്സ് ഷട്ട് ഡൗൺ ചെയ്തതും എന്നിട്ട് കിട്ടുന്ന റിസോഴ്സസും ടൈമും എല്ലാം കൂടി അവർ വേറെ, അതായത് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും B2B ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളിലേക്കൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, LGൻ്റെ ആ ഒരു സ്മാർട്ട് ഫോൺ ഡിവിഷൻ മാത്രം $4.5 ബില്യൺ ആണ് ഗ്ലോബലി നഷ്ടത്തിൽ ആയിരുന്നു ഇത്രയും നാളും. അപ്പോൾ ഈ ഒരു $4.5 ബില്യൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 33,000 കോടി രൂപയാണ്. അപ്പോൾ അത്രയും വലിയ ഹ്യൂജ് ലോസിലായത് ഇത്രയും നാളും LG എന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ ഡിവിഷൻ റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറേ ടെക് കമ്മ്യൂണിറ്റിയിലൊക്കെ ഓൾറെഡി ഈ ഒരു LG എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓൾമോസ്റ്റ് ഓൺ ദ വേർജ് ഓഫ് ബാങ്ക്രപ്സി ആണ്, അതായത് ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ആ ഒരു ടൈം ആയി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് വന്നിട്ട് ഒഫീഷ്യലായിട്ട് അവർ ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിവിഷൻ എൻറ്റയർലി ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് LG എന്ന ബ്രാൻഡ് ഫെയിൽ ആവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് ഇൻ 2015, 2014 ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ LG എന്ന ബ്രാൻഡ് ഈ സ്മാർട്ട് ഫോൺ ബിസിനസ്സിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു. ഗൂഗിളായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് നെക്സസ് സ്മാർട്ട് ഫോൺ സീരീസ്, അതേപോലെ G3 ഇങ്ങനെ കുറച്ചധികം സ്മാർട്ട് ഫോൺസ് ഒക്കെ LG ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ആ കാലഘട്ടത്തിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടുള്ള റീസൺസ് നോക്കാം നമുക്ക് LG ഫെയിൽ ആവേണ്ടത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അതിലെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് സ്റ്റിക്കിംഗ് ടു എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ ആണ്. അതായത് LG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ വലിയ എന്താണ് ഈ സ്മാർട്ട് ഫോൺ ഇതിലേക്ക് വരുമ്പോൾ തന്നെ കുറേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഇന്നോവേറ്റർ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഈ എൻറ്റയർ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ കുറേയധികം ഫീച്ചേഴ്സൊക്കെ ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചതും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു LG ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചധികം എടുത്തു പറയേണ്ട ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഒരു മിനി ഡിസ്പ്ലേ, പിന്നെ മൊഡ്യൂലർ ഫോൺ കൺസെപ്റ്റ്, വെയിൻ റെക്കഗ്നിഷൻ, കർവ്ഡ് ഫോൺ, ക്വാഡ് HD ഡിസ്പ്ലേ, ലേസർ ഓട്ടോ ഫോക്കസ്, പിന്നെ ആദ്യമായിട്ട് ഫോണിലൊരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ LG ആണ് ഫസ്റ്റ് ഇയർ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയധികം ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനി എങ്ങനെയാണ് ഇത് ഫെയിൽ ആവുന്നതെന്ന്. അപ്പോൾ ഇവിടെയാണ് LGൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. LG ആസ് എ ബ്രാൻഡ് കുറേയധികം കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് അവരുടെ സ്മാർട്ട് ഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ഫസ്റ്റ് ജനറേഷനിൽ തന്നെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവരതിനെക്കുറിച്ച് മറക്കുകയാണ്, അതായത് പിന്നെ അതിലേക്ക് കൂടുതൽ അവർ വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഫേസ് ഐഡി ലോഞ്ച് ചെയ്ത സമയത്ത് അതിലുണ്ടായ പ്രോബ്ലംസ് ഒക്കെ ഓരോ നെക്സ്റ്റ് അപ്ഡേറ്റ് പുതിയ ഇറ്ററേഷൻസ് വരുമ്പോൾ അതിലൊക്കെ അത് ഫിക്സ് ചെയ്തും സോൾവ് ചെയ്തുകൊണ്ടായിരുന്നു ഓരോ സ്മാർട്ട് ഫോൺ കമ്പനീസും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് LGൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് കണ്ടുപിടിക്കണം, അതായത് കുറേയധികം ഫീച്ചേഴ്സ് എല്ലാം കൂടി നമ്മളാണ് കണ്ടുപിടിച്ചെന്നുള്ള രീതിയിൽ ഇതാക്കണം എന്നുള്ള ഒരു മോട്ടോ ആയിട്ടാണ് LG വർക്ക് ചെയ്തത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വെയിൻ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം അവർ അവരുടെ ഫോണിൽ ലോഞ്ച് ചെയ്തു. അതിനുശേഷം അതൊരു അപ്ഡേറ്റ് കൊടുക്കാൻ, അത് മെയിൻ സ്ട്രീമൊക്കെ വേറെ കുറേ ഫോൺസിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ഒരു അവരധികം തയ്യാറായില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിലും അത് നമുക്ക് വാങ്ങാൻ വേണ്ടി, ഏതൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു USP ഉണ്ടാകും. ഇപ്പോൾ OnePlusൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ OnePlus എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ റേഞ്ചിൽ വരുന്നത്, അതായത് നമുക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പെക്സ് ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിനെക്കാട്ട് കുറച്ചുകൂടി താഴെ പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഇപ്പോൾ ആപ്പിളിൻ്റെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പ്രീമിയം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ആ ഒരു പ്രീമിയംനെസ് അതൊക്കെയാണ് ആപ്പിളിൻ്റെ ഇത്. ഇനിയിപ്പോൾ ഷവോമി, റിയൽമി ഒക്കെ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കുറേ ഫീച്ചർ റിച്ച് ആയ ഫോൺസ് കിട്ടും. അങ്ങനെ എല്ലാ ബ്രാൻഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു USP എല്ലാ ബ്രാൻഡിനും ഉണ്ടാവും. ബട്ട് LGൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്താ LG ബ്രാൻഡ് ഇപ്പോൾ എന്തിനാണ് പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കുറച്ച് ഫോൺസ് ഉണ്ടായിരുന്നു, മിഡ് റേഞ്ചിലും കുറച്ച് ഫോൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വെൽവെറ്റ്, V സീരീസും G സീരീസും ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രീമിയം കാറ്റഗറി ഫോൺസ് ആണ്. അതിനുശേഷം അവർ Q സീരീസും K സീരീസും ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയിലൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിക്സഡ് കൈൻഡ് ഓഫ് ഒരു ഇതാണ്. എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഒരാൾ LG ഫോൺ അവരുടെ എന്തൊരു ഫീച്ചറിന് വേണ്ടിയാണ് ആ ഒരു ഫോൺ എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പല യൂസേഴ്സ്ക്കും LG ഒരു ഡിവൈസ് എടുക്കാൻ നേരത്ത് ഉണ്ടാവുന്നില്ല. ഇനി സെക്കൻഡ് ആയി വരുന്ന റീസൺ എന്ന് വെച്ചാൽ നോട്ട് കോമ്പീറ്റിംഗ് വിത്ത് ദ കോമ്പറ്റീഷൻ. നമുക്കറിയാം ഈ ഒരു 2016, 17 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും എക്സ്ട്രീമായിട്ട് നമ്മുടെ ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനീസൊക്കെ വന്ന് ഇന്ത്യയിൽ, അതായത് ഗ്ലോബലി തന്നെ കുറേയധികം രാജ്യങ്ങളിൽ വന്നിട്ട് എക്സ്ട്രീംലി അഫോർഡബിൾ പ്രൈസിൽ ഫോൺസ് കൊടുക്കാൻ തുടങ്ങി. അതായത് ഭയങ്കര കോമ്പറ്റിംഗ് ആയിരുന്നു. കാരണം അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നമുക്കതിപ്പോൾ സാംസങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുക്കുന്ന എക്സ്ട്രീം ഓൾമോസ്റ്റ് ഹാഫ് ദ പ്രൈസിലൊക്കെ നമുക്ക് ആ ഒരു ഫോൺ ഈ ഒരു ഷവോമീൻ്റെയും അതേപോലെ തന്നെ റിയൽമി എന്ന കമ്പനീസിനൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ LGക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. അവർ LG ഇത്ര നാൾ എങ്ങനെയാണോ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ പോവുക, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് അറിഞ്ഞ്, അതായത് ഇപ്പോൾ ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനീസൊക്കെ വന്നിട്ട് ഭയങ്കരധികം അഫോർഡബിൾ റേറ്റ്സിൽ ഫോണൊക്കെ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ സ്മാർട്ട് ഫോൺസ് ഇറക്കുക. ഈ 2 ഓപ്ഷൻസ് ആയിരുന്നു LGക്ക് ഉണ്ടായിരുന്നത്. ബട്ട് LG പോകാൻ ചോയ്സ് ചെയ്ത ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ആയിരുന്നു. അത് LG ഇത്രയും നാൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത്
ചെയ്തുകൊണ്ടിരുന്ന അതേ രീതിക്ക് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു മാർക്കറ്റിൻ്റെ അഫോർഡബിൾ ഫോൺസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള USP ക്രിയേറ്റ് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ഈ ചൈനീസ് സ്മാർട്ട് ഫോൺ ഓരോ കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊന്നും ഈ LG ശ്രമിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ LG അപ്പോൾ ഈ ഓരോരോ ചൈനീസ് കമ്പനി കുറേയധികം ഫീച്ചർ റിച്ച് ആയ ഫോൺസ് അഫോർഡബിൾ പ്രൈസിൽ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒബ്വിയസ്ലി എല്ലാ യൂസേഴ്സും വന്നിട്ട് ഈ ഒരു ചൈനീസ് കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആവുകയും LGൻ്റെ ആ ഒരു മാർക്കറ്റ് ഷെയർ വളരെയധികം രീതിയിൽ കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി തേർഡായിട്ട് വരുന്നൊരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ് നെയിമിംഗ് കൺവെൻഷനാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ സീരീസ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ ലൈനപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിലുള്ളൊരു നമുക്ക് എല്ലാവർക്കും ഈസിലി ഡൈജസ്റ്റബിൾ ആയ രീതിയിലാണ് അവരുടെ ഒരു നെയിമിംഗ് കൺവെൻഷൻ പോകുന്നത്. ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ S സീരീസോ നോട്ട് സീരീസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു 1, 2, 3 അങ്ങനെ പറഞ്ഞ ആ ഒരു കൺവെൻഷനാണ് പോകുന്നത്. ഇപ്പോൾ OnePlusൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ OnePlus 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതേപോലെ ഇപ്പം നമ്മൾ മേജറായിട്ടുള്ള ഏതൊരു സ്മാർട്ട് ഫോൺ സീരീസ്, അതായത് ഇപ്പോൾ റെഡ്മീൻ്റെ തന്നെ ആ ഒരു നോട്ട് സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ റിയൽമീൻ്റെ നോർമൽ സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു നെയിമിംഗ് കൺവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സാംസങ് ഗാലക്സി S9 ഇറക്കി കഴിഞ്ഞതിന് ശേഷം സാംസങ് ഗാലക്സി S10 ഇറക്കി കഴിഞ്ഞിട്ട് നമുക്കത് മനസ്സിലാവും. ഓക്കെ, S9നെക്കാട്ടും കുറച്ചുകൂടി എന്തെങ്കിലും ഫീച്ചർ റിച്ച് ആയിട്ടും ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയിരിക്കും S10 എന്ന് നമുക്ക് റൈറ്റ് അവേ മനസ്സിലാവുമായിരുന്നു. ബട്ട് LGൻ്റെ നെയിമിംഗ് കൺവെൻഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ചധികം നമുക്ക് എല്ലാവർക്കും ഈസിലി മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ പിന്നെ അത് ഫുള്ളി കൺഫ്യൂസിങ് ആയ രീതിയിലേക്ക് ആയിപ്പോയി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ V സീരീസും G സീരീസ് ഒക്കെ വന്ന സമയത്ത് V10, V20, V30 എന്നുള്ള ആ ഒരു 10ൻ്റെ ഇൻക്രിമെൻ്റ് ആയിട്ടാണ് അവരുടെ ഒരു സീരീസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ G സീരീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ G2, G3, G4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിലും പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഈ V സീരീസും G സീരീസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ടൊരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയാണ്. അത് അവരുടെ ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ സ്പെക്സ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ലൈനപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷമാണ് അവർ K സീരീസും Q സീരീസും ഇറക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ ഇറക്കുന്ന ഫോണായിരുന്നു K സീരീസും Q സീരീസും വന്നിട്ട്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയിമിംഗ് കൺവെൻഷൻ അവർ ഇങ്ങനെ നെയിമിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം അവർ പിന്നെയും ഇതിൻ്റെ ഒരു നെയിമിംഗ് വന്നിട്ട് ഒരു എന്താ പറയുക കുറച്ചുകൂടി അടിപൊളിയാക്കണം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി എക്സ്ട്രാ വേർഡ്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ലോങ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് LG V60 ThinQ 5G ഡ്യുവൽ സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ നെയിമാണ്, ഒറ്റൊരു സ്മാർട്ട് ഫോണിൻ്റെ നെയിമാണ് ഈ പറയുന്ന സംഭവം. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും LG എന്ന ബ്രാൻഡ് ഈ ഒരു നെയിമിംഗ് കൺവെൻഷൻ, അതായത് ആൾക്കാർക്ക് ഈ ഒരു ഇപ്പോൾ ഒരു പുതിയ ഫോൺ ഇറക്കുകയാണെങ്കിൽ അതിപ്പോൾ പഴയ ഒരു ഫോണിൻ്റെ സക്സസർ ആണോ അങ്ങനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ ഒരു നെയിമിംഗ് കൺവെൻഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ LGൻ്റെ കുറേയധികം ഈ ഒരു മിഡ് സെഗ്മെൻറ്റിലൊക്കെ ഉള്ള ആ ഒരു ഫോൺസിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി ഈ ഒരു നമ്പർ വെച്ച് മാത്രം കണക്ട് ചെയ്ത് നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല ഏതൊരു ഫോൺ ഏതിൻ്റെയും സക്സസറോ അല്ലെങ്കിൽ പ്രിഡിസസറോ ആണോ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊരു വലിയ പോരായ്മ തന്നെയാണ് LGയെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ വേറെ എടുത്ത് പറഞ്ഞ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ് പ്രൈസിംഗ് ആണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു സാംസങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ ഐഫോൺ ഏതെങ്കിലും ഒരു കമ്പനി വന്നിട്ട് ഒരു സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോഞ്ച് ഡേറ്റിൻ്റെ അത് $999 അവർ അല്ലെങ്കിൽ ഒരു 30,000 rupees ഒരു ഫോൺ ലോഞ്ച് ചെയ്തതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഒരു 3-4-5 months എങ്കിലും ആ ഒരു കൺസിസ്റ്റൻറ്റ് പ്രൈസിങ്ങിലായിരിക്കും ആ ഒരു ഫോൺ പോവുക. അതായത് ഇപ്പോൾ ഐഫോൺസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ വേർഷൻ ഓഫ് ഐഫോൺസ് വരാതെ നമ്മളുടെ എക്സിസ്റ്റിംഗ് ഐഫോൺസിൻ്റെ വില അവർ കമ്പനി ഒഫീഷ്യലി കുറയ്ക്കത്തോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യത്തുണ്ടാവില്ല. ബട്ട് LGൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് തന്നിട്ട് $799 ഒരു 2 weeks കഴിയുമ്പോൾ തന്നെ അത് 650 ഡ്രോപ്പ് ചെയ്യുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 400 ഡ്രോപ്പ് ചെയ്യുന്നു, പിന്നെ അത് ഓൾ ദ വേ $299 ഡ്രോപ്പ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു LGൻ്റെ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 weeks കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പോൾ ലോഞ്ച് ഡേയിൽ തന്നെ ഈ ഒരു LGൻ്റെ ഡിവൈസ് എടുത്ത ഒരാളെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 2-3 days അല്ലെങ്കിൽ ഒരു 2-3 weeks കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30%, 25% സ്ലാഷ് ആവുകയാണ്. അപ്പോൾ ആ ഒരു ഇൻകൺസിസ്റ്റൻറ്റ് പ്രൈസിങ് നമുക്ക് ഈ ഒരു LGൻ്റെ എല്ലാ ഫോൺസിലും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിയിട്ട് കാണാൻ പറ്റും LGൻ്റെ ആ ഒരു ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ ഒരു പ്രൈസ് ഗ്രാഫാണ്. അപ്പോൾ ഇത് ഗ്രാജുവലി ഇങ്ങനെ ഡിക്രീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ $799 ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തു. ആൻഡ് സെയിൽസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫോൺ ആക്ച്വലി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തില്ല. അപ്പോൾ ഇവരത് ഓൾറെഡി കുറേ സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഓൾറെഡി കുറച്ചുകൂടി ലോവർ പ്രൈസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ത്രൂ ഔട്ട് ദ ഇയർ ആ കൺസിസ്റ്റൻറ്റ് പ്രൈസിങ്ങിൽ സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അധികം സെയിൽസും കാര്യങ്ങളൊക്കെ നടന്നേനെ. ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് ഈ ഒരു LG ഫോൺസ് എടുക്കാൻ തന്നെ ഒരു മടിയാണ്. കാരണം റീസെയിൽ വാല്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടത്തില്ല. ഇവരിപ്പോൾ $300 ഈ ഒരു ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വന്നിട്ട് ഒരു $250 ആവും. പിന്നെ തിരിച്ച് നമ്മളിപ്പോൾ പുതിയ ഫോൺ എടുക്കുന്നത് എക്സ്ചേഞ്ചിനോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൈസ പിന്നെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു ഇഷ്യൂ LGനെ സംബന്ധിച്ച് കുറേ അധികം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് LG എന്ന സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് ഫ്ലോസ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നമ്മളിപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഉണ്ടാവാം കേട്ടോ, അല്ലെങ്കിൽ അവരിപ്പോൾ സ്ട്രാറ്റജി ഡിസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവാം. ബട്ട് LG എന്നൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ നമ്മൾ വേറെ അധികം ബ്രാൻഡ്സോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക്
പെട്ടെന്ന് മൈൻഡിലേക്ക് ഓടി വരുന്ന കാര്യമാണ്. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും എൽ ജി ഭയങ്കര അധികം പുവറായിരുന്നു വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെയോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറേയധികം ഫോളോവേഴ്സും ഉണ്ട്, അവരിടുന്ന പോസ്റ്റിനും കാര്യങ്ങൾക്ക് ഭയങ്കരധികം എൻഗേജ്മെൻറ്റും ഉണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ഒരു ലോയൽ ഫാൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്ന എല്ലാ കാര്യം നമുക്ക് കാണാൻ പറ്റും. അത് അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ എൽ ജിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേയധികം ഫോളോവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് അവർ പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റിലോ കാര്യങ്ങളോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒട്ടും തന്നെ ലൈക്സോ എൻഗേജ്മെൻറ്റ് ഒന്നും കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ ഈ ഒരു ലൈനപ്പിൽ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ ഒരു മാർക്കറ്റിങ്ങിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇപ്പോൾ ഒരു സാംസങ് ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ OnePlus ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 3-4 ഡേയ്സ് നിങ്ങൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം അതിൻ്റെ ആഡ് തന്നെയായിരിക്കും. അവർക്ക് എവിടെയൊക്കെ ആഡ്സ് കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ അവർ ആഡ്സ് കൊടുത്ത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഫുൾ ചാനൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എൽ ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോൺ ഇപ്പോൾ ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട് എൽ ജിൻ്റെ ഒരു ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെ ഫോണൊക്കെ അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആഡ്സ് കാണാനോ അല്ലെങ്കിൽ അവർ ആ മാർക്കറ്റിംഗ് ടീം അത്ര ഒരു ശക്തമല്ലായിരുന്നു നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ബ്രാൻഡ് ഇൻഫ്ലുവൻസ് അതായത് ബ്രാൻഡ് ഈ ലോക്കൽ പീപ്പിളിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു റേറ്റും വളരെയധികം കുറവായിരുന്നു നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ ഒരു പ്രസ് റിലീസിൽ എൽ ജി എടുത്തു പറഞ്ഞ വേറൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു റീസെൻറ്റ് പാസ്റ്റിലൊക്കെ ആയിട്ട് എൽ ജി സ്മാർട്ട് ഫോൺസ് എടുത്ത ആൾക്കാരൊക്കെ അവർ സേഫ് കവേർഡാണ്. കാരണം എൽ ജി അവർക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചസും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം തന്നെ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു കുറച്ചധികം നാളത്തെ എത്ര നാളത്തേനാണെന്ന് അവർ പ്രീഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്കൊരു 1 ഇയർ എന്തായാലും മിനിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെ ഫോൺ എടുത്ത ആൾക്കാർക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അതെന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൽ ജി എന്ന ബ്രാൻഡ് ഫെയിൽ ആവാനുള്ള റീസൺസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ബിലോ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.